ഹാൻഡിലല്ലേ മെയിനായിട്ട് നമ്മൾ ഹാൻഡിൽ നമ്മൾ തട്ടാത്ത രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാ ഇവിടെ നോക്കി ഉണ്ടോ ഒരു എയറോപ്ലെയിൻ്റെ ലുക്കില്ലേ. ഉണ്ട് കറക്റ്റ് GT എന്നല്ലേ തോന്നുന്നു. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ എവിടെയെന്ന് പറയുക, ഏകദേശം വണ്ടി എടുത്തിട്ട് 1.5 വർഷമാകുമ്പോൾ. അപ്പോൾ ഞാൻ മോഡിഫിക്കേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസമായെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ ഒക്കെ കുറച്ചായിട്ട് ഇട്ടിട്ട് വന്നു. പക്ഷേ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ലുക്കിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് GT ആയിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ GT എടുക്കാൻ പോയപ്പം അതിൻ്റെ കഥയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. എടുക്കാൻ പോയപ്പോൾ നടന്നില്ല. അങ്ങനെ അന്വേഷിച്ച് ഇൻട്രസെപ്റ്റർ എടുത്തത്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ GT എടുക്കാത്തതെന്ന് ചോദിക്കില്ലേ, അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കി കാണുന്ന വണ്ടി എൻ്റെ രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. എന്തായാലും ഏകദേശം ഒരു 25,000 രൂപ അടുപ്പിച്ച് മുടക്കി ഞാൻ സെറ്റാക്കിയ സാധനമാണ് നമ്മളെ ബാക്കി കാണുന്ന നമ്മുടെ ഇൻട്രസെപ്റ്റർ. അപ്പോൾ എന്തായാലും വണ്ടി തുറന്ന് കാണിച്ചു തരാം. മഴയൊക്കെ ആയിട്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങാം. ലൈക്ക് കുറവായതുകൊണ്ടാണ് വീഡിയോ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ചെയ്യാൻ തോന്നാത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് തുടങ്ങാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കാണാം. നിങ്ങൾ വണ്ടി കാണുമ്പോൾ ഓരോ ദിവസം ഓരോ ലുക്കല്ലേ. കാരണം ഞാൻ ഇവിടെ നോക്കി സെറ്റ് ചെയ്താണ് ഓരോ സംഭവങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓരോ വീഡിയോ ആയിട്ടും ചെയ്യാറുള്ളൂ. അതാണ് വീഡിയോ ചെറിയ ലാഗ് ആവുന്നത്. ഇപ്പോൾ എന്തായാലും വാങ്ങിച്ച് സാധനമെല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരാഴ്ച കൂടുതലായി. മഴ കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ സംഭവത്തിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്തായിരിക്കും സെറ്റ് ആയത്. നിങ്ങൾ എന്തായാലും തംബ്നെയിൽ കണ്ടാണ് നമ്മൾ GTയുടെ ഹാൻഡിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു മാരക ലുക്കാണ്. എന്തായാലും നിങ്ങൾ ഇതിനെ കണ്ടു നോക്കി. എനിക്ക് റിവീൽ ചെയ്യണം എങ്ങനെയൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് ഇത് പൊക്കി കാണിച്ചു തരാം. മൂടിയിരുന്ന ഷീറ്റ് തന്നെ ഒന്ന് പൊക്കിയിട്ടാണ്. ടടാ, യെസ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കാലത്തിന് ശേഷം GTയുടെ ഹാൻഡിലോട്ട് സെറ്റാക്കി. നമ്മളുടെ ഇൻട്രസെപ്റ്ററിൻ്റെ സീറ്റൊക്കെ മാറ്റിയിട്ട് GTയുടെ സീറ്റും കവളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു മാരക ലുക്കിലോട്ട് നമ്മൾ എത്തിച്ച് കണ്ടോ. ഇനി എക്സോസ്റ്റും കൂടെ മാറാവുള്ളൂ. അത് നമുക്ക് പതിയെ മാറാം. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സംഭവം തീരട്ടെ. എന്തായാലും ഈ ലുക്ക് കണ്ടില്ലേ, GTയുടെ ഹാൻഡിൽ അങ്ങനെ സെറ്റാക്കി. നമ്മൾ തട്ടാത്ത രീതിയിലൊക്കെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എത്ര രൂപയെന്ന് എല്ലാം സെറ്റ് ചെയ്യാനും പറഞ്ഞാൽ. എന്തായാലും ചെറിയൊരു ബൾക്ക് ഫീൽ തോന്നുന്ന ടാങ്കിൻ്റെ മാത്രമാണ്. ബാക്കിയെല്ലാം GTയുടെ ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. നമ്മളെ ടൂറിങ് സീറ്റും കവിളും ടാങ്കല്ല ഇതും എല്ലാം സെറ്റായിട്ടുണ്ട്. വാവ്, അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് പറഞ്ഞ പോലെ തന്നെ GTയുടെ ഹാൻഡിൽ ഞാൻ അങ്ങനെ ഇൻട്രസെപ്റ്റർ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കുന്ന വീഡിയോ ഒന്നുമില്ല, കാരണം വണ്ടി കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ സെറ്റാക്കിയത് ഞാൻ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ ബാക്കി കാണുന്ന വണ്ടി നമ്മൾ GTയിലോട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് GT എന്ന് പറയാൻ പറ്റില്ല, ഹാൻഡിലൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ GTയുടെ ഹാൻഡിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റി ആ ഒരു ഇതിലാക്കി ഇനി ടാങ്കും കൂടെ മാറാവുള്ളൂ. ചിലപ്പോൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ ഞാൻ മാറിയില്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ്. നമുക്ക് എന്തായാലും ഇതിന് റൈഡ് പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് പെട്ടെന്നൊന്നും വീഡിയോയും കാര്യങ്ങളൊന്നും സെറ്റ് ആവാത്തത്. അതാണ്. ഇനി എന്തായാലും ഡെയിലി വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം എങ്ങനെയാണ് എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്, അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇനി കുറച്ച് വർക്കും കൂടെ ചെയ്യണം. കാരണം ഈ കവിളിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പേരോ എന്തെങ്കിലും ലൈനിൻ്റെ ഇതോ അതൊക്കെ വരയ്ക്കണമെന്നുണ്ട്. പിന്നെ വേറെ ടയറും കാര്യങ്ങളൊന്നും എല്ലാം കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ഹാൻഡിലല്ലേ മെയിനായിട്ട് നമ്മളെ ഹാൻഡിൽ നമ്മൾ തട്ടാത്ത രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കറക്റ്റ് അവിടെ ഒന്ന് നിൽക്കി, തട്ടുന്നില്ല, ജസ്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പർ സൈഡ് നമ്മൾ തട്ടാത്ത രീതി സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അല്ല, ഇതിൻ്റെ ഒരു ലോക്കൊക്കെ വരണ്ട്. ആ ലോക്കൊക്കെ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ ഇതിലൊന്ന് തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇട്ടെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ GTയുടെ ഹാൻഡിൽ കണ്ടോ. ഓ, ഇതൊന്നും പുതിയതല്ല, ഇതൊക്കെ പുതിയതാണ്. പിന്നെ ഇതും പുതിയതാണ്. ഇത് GTക്ക് വരുന്ന സംഭവമാണ്. നമ്മൾ ഇൻട്രസെപ്റ്ററിൻ്റെ വയ്ക്കാൻ പറ്റും, പക്ഷേ അതിൽ വെച്ചിട്ടില്ല. നമ്മൾ GTയിലാണ്. ഇനി ഇവിടെ ഒരു ലോഗോ വാങ്ങിച്ചു വെക്കണം. ആ ലോഗോ 500 രൂപയാണ് നമ്മൾ ഉടനെ വാങ്ങാത്തത്. പിന്നെ ഇതെല്ലാം പുതിയതാണ് സംഭവം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 8,500 ആയിട്ടുണ്ട് ഇത്രയും സാധനം വാങ്ങിക്കാൻ വേണ്ടി. വയ്ക്കാൻ ഏകദേശം 400 രൂപയും കൂടെ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ GT സെറ്റാക്കാനുള്ള പൈസ, GTയുടെ ഹാൻഡിൽ സെറ്റാക്കാനുള്ള പൈസ ആയിട്ടുള്ള. ഇപ്പം വിചാരിക്കുന്നത് എനിക്ക് പ്രാന്തായിരിക്കും ഇതൊക്കെ ചുമ്മാ ഒരു വണ്ടിയിൽ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കിങ്ങനെ തോന്നിയോണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. പൈസ ഞാൻ പതിയെ ഓരോ സെറ്റ് ചെയ്ത് പെട്ടെന്ന് എടുത്ത് ചെയ്യുന്നില്ല. എനിക്ക് കിട്ടുന്ന പൈസ കൂട്ടി വെച്ചൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ട് എൻ്റെ ഓരോ രീതിയിൽ ഞാൻ സെറ്റ് ആയിക്കൊണ്ട് വരണമെന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ഇൻട്രസെപ്റ്ററിലുള്ള ഹാൻഡിലോട്ടാക്കാം. അത് പ്രാന്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾ കമൻറ്റ്. നമുക്ക് എക്സോസ്റ്റ് എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫണ്ടും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ എക്സോസ്റ്റ് സെറ്റാക്കും. അപ്പോൾ എന്തായാലും അതും അടിപൊളിയായിരിക്കും. എന്തായാലും ഈ ഒരു ലുക്ക് ചിലപ്പോൾ ക്രോം ടാങ്ക് ആയതുകൊണ്ടായിരിക്കും കാണുമ്പം എങ്ങനെയുണ്ട്. എനിക്ക് ഓക്കെയാണ്, ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയും കൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ അശ്വിൻ ജയ്സ് ഞാൻ സൈഡ് എഴുതി കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഈ ഒരു ലുക്ക് ഇങ്ങനെ തന്നെ കാണിച്ചാൽ കണ്ടോ. ഇതാണ് നമ്മളെ വണ്ടിയുടെ ലുക്ക്. ഇരുന്നുമ്പോഴൊക്കെ മാരക ലുക്കാണ്. വാവ്, ഹൈറ്റൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ വെയിറ്റിനൊന്നും വലിയ കുറവൊന്നുമില്ല. പക്ഷേ വണ്ടി ഈ സൈഡിൽ നിന്നുള്ള ലുക്കൊക്കെ മാറി. നമുക്ക് ഇൻട്രസെപ്റ്റർ സീറ്റുണ്ട്, അതും അകത്തിരിപ്പുണ്ട്. അത് വെച്ച് കാണിച്ചു തരാം. വാവ്, ഇവിടെ നോക്കി ഉണ്ടോ ഒരു എയറോപ്ലെയിൻ്റെ ലുക്കില്ലേ. വാവ്, GTയുടെ ഹാൻഡിലും സെറ്റാക്കി നമ്മൾ കവളും കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റി
വാവ് ടൂറിംഗ് സീറ്റും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും ചെയ്താൽ തന്നെ ഇതിനൊരു 7500 ഇതിനൊരു 2000. അപ്പോൾ എത്രയായി? കമൻറ്റ് ഒരു 16000 അടിവിച്ചായിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ അല്ലാത്ത പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് ടയറൊക്കെ മാറേണ്ടി വരും. ഇപ്പോഴൊന്നുമല്ല, അടുത്ത സർവീസ് സമയം ടയറൊക്കെ മാറേണ്ടി വരും. എന്തായാലും ഈ ഒരു ലുക്ക് വാവ്, ഒരു രക്ഷയില്ലാത്ത, പറയാൻ എന്താ വാക്കുകളില്ല, അത്രയ്ക്ക് കിടലൻ ലുക്കാണ്. വാവ്. പക്ഷേ തന്നെ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നേരെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും തിരിച്ച് നമ്മളെ സബ്സ്ക്രിപ്ഷനൊക്കെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. പിന്നെ മുടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലല്ലേ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ കോളേജൊക്കെ അടച്ചുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും വണ്ടി കറക്കം അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് വേണ്ടിയാണ്. ഇവിടെ നിന്നൊക്കെ ലുക്കല്ലേ സാധനങ്ങൾ. വാവ്, എന്തായാലും മാരകമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇരുന്നുള്ള പുസ്തകം കാണിച്ചു തരാം. ഓ GT ഇതായിരിക്കും നമ്മളെ ഇരുന്നുള്ള ആംഗിള്. കണ്ടോ, നൈസല്ലേ? ആ ഒരു GT ലുക്ക് കിട്ടിയില്ലേ? പിന്നെ ടാങ്ക് 17000 രൂപ, അതാണ് ഇതിൻ്റെ ടാങ്ക്. പക്ഷേ ടാങ്കിന് വേറെ സീനൊന്നുമില്ല. ഇതല്ലേ നല്ലത്. ഇത് എനിക്ക് ഓക്കെയാണ്. ഈ ടാങ്ക് എനിക്ക് ഇഷ്ടമാണ്. അതാണെന്ന് വെച്ചാൽ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റണ്ട. പക്ഷേ ഇനി റൈഡ് ചെയ്യുമ്പോഴൊക്കെ നൈസായിരിക്കും. ഇവിടെ നിന്ന് ഗോപ്രൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ നൈസായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റായിട്ട് വരും. വാവ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി ശബ്ദം കൂടെ കേൾപ്പിച്ച് തരാം. എനിക്ക് എന്തായാലും പണ്ട് തൊട്ടേ ഞാൻ റിസർവാണ്. ഇപ്പോൾ എടുത്തല്ല റിസർവാണല്ലോ ദൈവമേ. വാവ്. കണ്ടില്ലേ, വണ്ടി മാരകമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സീറ്റ് നിങ്ങൾക്ക് കുറച്ച് ദിവസം എന്തായാലും ഞാൻ വയ്ക്കുമ്പോൾ ഞാൻ മാറ്റും, തിരിച്ച് പിന്നെ കയറ്റും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും ഈ സീറ്റ് ഞാൻ മാറ്റും, മറ്റേ സീറ്റിലോട്ടാക്കും, സിംഗിൾ സീറ്റിലോട്ടാക്കും. എന്തായാലും നമുക്ക് ഓരോ വീഡിയോ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റുന്ന വീഡിയോ എന്തായാലും ഇതിന് മുമ്പേ അപ്ലോഡായി കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. അത് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയാക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും വണ്ടി ഉണ്ടല്ലേ, വാവ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. അതിന് ഹാൻഡിലൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് മാറ്റാൻ. ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് മാറ്റിയത്. ഇനി ഒരു ചെറിയ ലോക്കും കൂടെ വരാറുണ്ട്. എന്തായാലും നമുക്ക് രണ്ട് ലോക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് പോകാം. ഇനിയിപ്പം ഈ ലോക്ക് പോയാലും ആ ലോക്ക് സെറ്റായി കിടക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ആ ലോക്കും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 20-40 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ സെറ്റോടെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 150 രൂപ എന്തായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അഴിച്ചിട്ടായിരിക്കും വീഡിയോ സെറ്റ് ചെയ്യാം. വീഡിയോ ഇത് തിരിച്ച് കയറ്റുന്നത്. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും തിരിച്ച് ഇത് അഴിച്ചപ്പോൾ ഉള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ റൂമിൽ ഇരിപ്പുണ്ട്, അതും കാണിച്ചു തരാം. അതെല്ലാം തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ മഞ്ഞ അടിക്കാമെന്ന് വെച്ചാൽ, മഞ്ഞ ടിൻ്റല്ലല്ലോ, വിനയിൽ പേപ്പർ അടിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും അത് നടന്നില്ല. അതെന്തായാലും ഉടനെ സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്ക്, അല്ലെങ്കിൽ നമുക്കത് പറിച്ച് കളയാം. നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കും. ഇവിടെ നിന്നൊക്കെ രക്ഷയില്ലാത്ത ലുക്കല്ലേ, വാവ്, കൊള്ളാം. ചില ആംഗിളിൽ കാണാൻ വേറെ ലുക്കാണ്. എന്തായാലും റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് ബാക്കിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഷോർട്സൊക്കെ ഇട്ട് കാണിച്ചു തരാം. എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ ദിവസത്തെ കഷ്ടപ്പാടിൽ അങ്ങനെ നമ്മൾ വണ്ടി സെറ്റാക്കി. ടാങ്കിൻ്റെ ഒരു ഇതേ ഉള്ളൂ, ബാക്കിയെല്ലാം റെഡിയാണല്ലോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് പ്രോമോ വീഡിയോ. ഹൈസബൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഉണ്ടോ? കറക്റ്റ് GT പോലെ തന്നെ ആയില്ലേ? വാവ്, ഉണ്ടോ? കറക്റ്റ് GT എന്നല്ലേ തോന്നുന്നു. അടിപൊളി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തില്ലേ, നിങ്ങളത് ലൈക്ക് അടിക്കുക. കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചാൽ വളരെ ഉപകാരം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കുഴപ്പമില്ല. എന്തായാലും ഒരു ലൈക്ക് അടിക്കും. പിന്നെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. നിങ്ങൾക്ക് ഇനി ഇതിൽ മാറ്റണോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്തായാലും അടുത്ത ഹാൻഡ് മറ്റതാണ് നല്ലത്. എന്തായാലും ഓക്കെ, എനിക്കെന്തായാലും ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിൻ്റെ ഹാൻഡിലാണ് നല്ലത്. എവിടെ പോയാലും ലോങ് പോയാലും കറക്റ്റ് നമുക്ക് പൊസിഷൻ ഇരുന്ന് ഓട്ടിക്കുന്ന ഇൻ്റർസെപ്റ്റർ ഹാൻഡ് പക്കയാണ്. കാരണം ഇതിൻ്റെ ഫുഡ് പക്കും കാര്യങ്ങളൊന്നും മാറാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു CBR ഇരുന്ന് ഓട്ടിക്കുന്നതിൻ്റെ ഒരു ഫീലാണ്. കാരണം അങ്ങനെ ഫ്രണ്ടിലോട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നല്ലത് ഇൻ്റർസെപ്റ്ററിനാണ്. മാറ്റുന്നവർ ഇത് കണ്ടിട്ട് മാറ്റുകയാണെങ്കിൽ ജസ്റ്റ് മാറ്റാതിരിക്കുകയാണ് നല്ലത്. എന്ന് വെച്ചാൽ കാരണം ഇത് എക്സ്പെൻസീവ് ആവും. കാരണം കുറച്ച് നമ്മൾ കൈ കുലിഞ്ഞിടന്ന് ഓട്ടിക്കണം, അതൊക്കെ കുറച്ച് പാടാണ്. എന്തായാലും നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക, 6 മാസം കഴിയുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ മാറ്റുക. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പം നിങ്ങളെന്തായാലും
ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. നമുക്ക് എന്തായാലും ഇനി അടിപൊളി വീഡിയോസ് വരുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്ത് ഇനി എൻ്റെ ഐഡിയയിലുള്ളത് ടയർ മാറണം, ജനറൽ സർവീസ്, ബ്രേക്ക് പാഡൊക്കെ മാറണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സോസ്റ്റിൻ്റെ ഇത്. അതുകൊണ്ട് എന്തായാലും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ പെട്രോൾ അടിച്ച് കുറച്ചൊരു ഓടണം, അത് അടുത്തൊരു ടാസ്ക്കാണ് എന്തായാലും. പിന്നെ നമ്മൾ എന്തോ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സംഭവം നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഈ ഒരു ക്ലിപ്പല്ല, ഇതിൻ്റെ ആ പ്ലഗിൻ്റെ ആ ഒരു കവർ അത് മാറ്റി പുതിയതിട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇൻ്റർസെപ്റ്ററിൻ്റെ ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഗൈസ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, കാരണം നിങ്ങൾക്ക് GT-ലായിട്ടൊക്കെ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ മറക്കില്ല, ഇതാ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഉണ്ടല്ലേ, ഇതാ കറക്റ്റ് GT പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാതിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നടക്കും. ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റാ.